ഡെപ്സി ഫാസിലിന്റെ ഉപ്പ. എന്റെ മകനൊരു SI ആയിട്ട് വരുമ്പോ ഓനക്ക് സിലൂട്ട് കൊടുക്കണ്ടേ? ഒരു കാലത്ത് ഇദ്ദേഹം തീർച്ചയായും അപ്പുറം ഒരു കലാകാരന്മാരെ സംരക്ഷിക്കുന്ന ആളാണ്. ഇന്ന് നമുക്കറിയാം നെല്ലറ ഭവൻ എല്ലാവരും ചോദിക്കാറുണ്ട്, ഒരുപാട് കലാകാരന്മാർ വരാണ്ട് വന്നു പോയിട്ടുണ്ട്. ഇതുപോലെ പണ്ടൊരു നെല്ലറ ഭവനായിരുന്നു നമ്മളെ അബ്ദുട്ടിക്കായുടെ വീട്. എന്ന് ഭയങ്കര സന്തോഷം. ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമ്മൾ അറിയേണ്ടത് അദ്ദേഹത്തിന്റെ ഒരുപാട് പഴയ ചരിത്രമുണ്ട്. ഏത് വർഷമാണ് അബ്ദുട്ടിക്ക ഗൾഫ് പോയത്? ഞാൻ 75 പോയി. 75. എന്തായിരുന്നു എങ്ങനെ പോയത്? 74 ലാസ്റ്റില് ഞാൻ പോയി ലാൻഡിക്ക പോയത്. അത് കോർപ്പക്കാനിലേക്ക് എത്തിയില്ല. അവിടുന്ന് എന്തോ മെസ്സേജ് കിട്ടിയപ്പോ തിരിച്ചു ബോംബെക്ക് പോകും. വീണ്ടും പോയി. വീണ്ടാണ് കപ്പലിൽ പോണത്. എത്ര രൂപ കൊടുത്ത്? 600 രൂപ കൊടുത്തു. ജോലിക്കല്ല അത് പോയത്? ജോലിക്ക് ഹോട്ടലിൽ ജോലിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അല്ല, ഹോട്ടലിൽ ജോലി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഒരു ക്യാൻറ്റീനിൽ വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ. അത് ഏകദേശം എത്ര വർഷമായി ഉണ്ടാവും? അപ്പോഴേക്കും ഒരു 79. 1979. ഒരു 4-5 വർഷം ആണ്. അതുവരെ ജോലിക്ക് ക്യാൻറ്റീനില്. കാരണം അല്ല, അവിടുന്നാണ് ക്യാൻറ്റീനിലേക്ക് വരണത്. പുതിയ തലമുറക്ക് ഒരു അറിവിന് വേണ്ടി ഞാൻ പറയാണ്. ഞാനും 1999 ദുബായിലുണ്ട്. അന്ന് ഞാനും വരുമ്പോൾ ഈ ക്യാൻറ്റീൻ സംവിധാനം എന്ന് പറയുന്നത് വലിയ വലിയ ദുബായ് വളരുന്ന സമയത്ത് ഒരുപാട് ബിൽഡിങ്ങുകളും വില്ലകളും ഉണ്ടായിരുന്നു. അതിന്റെ കൺസ്ട്രക്ഷന് ബന്ധപ്പെട്ട 10,000-കണക്കിന് തൊഴിലാളികളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനികളിൽ അതിന് ജോലിയുമായി ബന്ധപ്പെട്ട് ക്യാൻറ്റീനുകൾ, സൈറ്റ് ക്യാൻറ്റീൻ, ആ സൈറ്റ് ക്യാൻറ്റീനിൽ ചായ, സാൻഡ്വിച്ച്, ഷവർമ ഉണ്ടാവില്ല, ചെറിയ ബിരിയാണി, ഇതൊക്കെ കൊടുക്കുന്ന ഒരു ക്യാൻറ്റീനാണ്. അന്ന് ഒരുപാട് മലയാളികള് ഇതുപോലെ ക്യാൻറ്റീൻ നടത്തി. അതിലൊരു മലയാളി നിങ്ങളല്ലേ? അതെ, അതില് ഒരു ക്യാൻറ്റീൻ വരുന്ന നടത്തി വെച്ചാൽ ആ കമ്പനിക്ക് സിസ്റ്റം ഉണ്ട്. എത്ര റുപ്യ വെച്ചിട്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ പറ്റും ഒരാൾക്ക് എന്നുള്ളതാണ്. അപ്പൊ അത് ചിലവര് 60 റുപ്യ പറയും, ചിലവർ 30 റുപ്യ പറയും. അത് ലാസ്റ്റ് കിട്ടുന്നവർക്കാണ് അങ്ങനെ ഉണ്ടായിട്ട് പിന്നെ അങ്ങനെ അതിൽ നിന്നിട്ട് നമ്മളൊരു കിച്ചൺ തൊഴിലാളിയായിട്ട് ഇങ്ങനെ മാറി നിന്ന്, അപ്പൊ ഈ സൂപ്രണ്ടുമാരും എഞ്ചിനീയർമാരും അതിന്റെ മുതലാളിമാരൊക്കെ വരുമ്പോ അവർക്ക് ഭക്ഷണം ഞാൻ ഒരു പ്രത്യേകിച്ച് എന്റെ ഒരു കലയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നന്നായിട്ട് അറിഞ്ഞിരുന്നു. അമ്മ അറിഞ്ഞിരുന്നു. അപ്പൊ വല്ല ആംപ്ലേറ്റോ കാര്യങ്ങളൊക്കെ വെച്ച് 2 തക്കാളിയൊക്കെ മുറിച്ചിട്ടിട്ട് നല്ലപോലെ അവർക്ക്. അപ്പൊ അബ്ദുള്ള നല്ലോനാണെന്ന് പറഞ്ഞു. അത് അവിടെ ഇവിടെ അബ്ദുട്ടിക്കാണെങ്കിലും അവിടെ അറബികളുടെ ഇടയിൽ അബ്ദുള്ള. അപ്പൊ അറബാവ് വരികയാണെങ്കിൽ ലേശം ഇന്ത്യയൊക്കെ എനിക്കറിയാം. അങ്ങനെ അവനെക്കാട്ടി അറബി വരുമ്പോ അബ്ദുള്ളക്കെതിരെ ചോദിക്കും. അപ്പൊ മുളക് ചെല്ലും. 1979 സ്വന്തമായിട്ട് ക്യാൻറ്റീൻ നടത്താൻ തുടങ്ങിയ നമ്മുടെ അബ്ദുട്ടിക്ക പിന്നീട് ഉയർച്ചയുടെ ഒരുപാട് ഏറ്റവും ടോപ്പിലായിരുന്നു. ആ സമയത്ത് നമ്മൾ നാട്ടുകാർ ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ട്. നാട്ടിലൊക്കെ ഏറ്റവും ആളുകൾക്ക് അറിയപ്പെടുന്ന ഏറ്റവും വലിയ കച്ചവടക്കാര നാട്ടുകാരന് നമ്മൾ അറിയപ്പെട്ട ആളായിരുന്നു. ആ അറിയപ്പെട്ടിരുന്ന അബ്ദുട്ടിക്ക പിന്നീട് ഏതൊരു ബിസിനസ് സംഭവിക്കുന്ന പലപ്പോഴും തളർച്ച വളർത്തുന്നു. അതിലൊരു തളർച്ച ഉണ്ടായി. അതെന്നായിരുന്നു സംഭവിച്ചത്? അത് 85 എന്റെ ഒരു വലിയൊരു എമൗണ്ടിന്റെ പീഡ് അവിടെ നഷ്ടപ്പെടുക. അബുമരിക്ക എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അബുദാബിക്ക് പോകുന്ന സ്ഥലം. അവിടെ പല ഇടപാടുകളും ചെയ്തു നോക്കി. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നമ്മളെ സഹായിക്കാൻ ആളും ഇല്ല. പൊളിഞ്ഞപ്പോ പൊട്ടിയപ്പോ വേറൊരാളും സഹായിക്കാനില്ല. നമ്മുടെ പാട്ടുകാരൻ മൂസ എരിഞ്ഞോളി, പീർ മുഹമ്മദ്, ഇങ്ങനത്തെ ഒരുപാട് കലാകാരൻ നല്ല അടുപ്പായിരുന്നു. അത് നിങ്ങൾ പാട്ടിനോടുള്ള അറിവാണോ, അതല്ലെങ്കിൽ പാട്ടുകൾ എന്തെങ്കിലും ചെയ്യാം? അല്ല, ഞാൻ ഈ പാട്ടിനോട്, ഈ മാപ്പിളപ്പാട്ടിനോട് എനിക്ക് വളരെ ചെറുപ്പം മുതൽ വളരെ ഒരു അടുപ്പുള്ള ആളാണ്. മൂസക്ക എന്ന് പറഞ്ഞ എന്റെ ഒരു വലം കൈമാരി എന്നെ കൊണ്ടുനടക്കും. അബ്ദുട്ടിക്ക വായെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. മൂപ്പര എല്ലാ പ്രോഗ്രാമിലും ഒരു അറവനെ തരും. അവിടെ കൊട്ടിയിട്ടിരുന്നു. പാടാറുണ്ടോ? ഇല്ല, പാടാറില്ല. 4 വരി നമുക്ക് ഒന്ന് പാടിക്കൂടെ? 4 വരി മൂപ്പര് പാടിയപ്പോ 4 വരി. ഓമന മുഹമ്മദിനെ ഓത്തിനായ ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിച്ചില്ല. വയ്യാത്തോട്ടുള്ളൊരു പ്രശ്നമാണ്, അത് പ്രശ്നമില്ല. പക്ഷെ പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ തന്നെ പാട്ടുകാർക്ക് ഒരു കൂട്ടുകാരനായിരുന്നു. കാരണം അത് കറക്റ്റ് അല്ലേ? പീർ മുഹമ്മദൊക്കെ പീർ മുഹമ്മദ് എന്റെ ഒരു സംസം എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു കൂട്ടുകാരുണ്ടായി. ഞങ്ങൾ രണ്ടാളും മൂപ്പര് പോകുന്നവരെ അവനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. മൂസക്ക ഞങ്ങളുടെ ഹൃദയായിരുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ മോൻ ഡെപ്സി പാട്ടിലേക്ക് വരുന്നത്? അല്ല, എന്റെ മോന് ഷാർജയിലൊരു ട്രാവൽ ഇട്ടു. അപ്പോ കല്യാണം കഴിച്ച് പോയിട്ട് ട്രാവലൊക്കെ ഇട്ടു. ചെറുപ്പത്തിൽ പാടിയിരുന്നു. അത് വല്ല പൂക്കൽത്തറ, ഇപ്പൊ മൂപ്പര് പറഞ്ഞല്ലേ പൂക്കൽത്തറ സ്കൂളിന്റെ കാര്യം, അവിടെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാവും, ഓൻ പാടും. പ്രോഗ്രാമുകളിൽ പാടി. ചെറുപ്പത്തിൽ അങ്ങനെ പാട്ടിനോട് ഇഷ്ടപ്പെടാൻ കാരണം അത് ഞാൻ മാപ്പിളപ്പാട്ടിന്റെ ഒരു ആരാധനക്കാരനാണ് ആ നിലക്കുള്ള.
വല്ല നബിദിനം ഉണ്ടെങ്കിൽ വല്ല വലിയ കല്യാണ പരിപാടി ഉണ്ടെങ്കിൽ ഇതിലൊക്കെ മൂപ്പര് സ്വന്തമായിട്ട് ഹാർമോണിയൊന്നുമില്ല, സ്വന്തം പാടിയിട്ടൊക്കെ അങ്ങനെയുള്ള ഒരു പരിചയം അങ്ങനെ ഉണ്ട്. പക്ഷെ ഓ വേദിയിൽ വരണത് അവിടെ ട്രാവലൊക്കെ ഉണ്ടാക്കി നല്ലൊരു നിലയിലൊക്കെ ആയി. അതും ഇപ്പൊ നേരത്തെ സംസ് പറഞ്ഞമാതിരി മനുഷ്യന്റെ രീതിയാണല്ലോ, പരാജയം ഉണ്ടാവും വിജയം ഉണ്ടാവും. അതങ്ങനെ മോശപ്പെട്ടു. പിന്നെ നാട്ടിൽ വന്നു പല വക ഒരു മനുഷ്യൻ ചെയ്യാവുന്ന ജിഗറ്, ആ ജിഗറിന് ഓൻ പലതും നോക്കി. അതൊന്നും ഓന്റെ റൂളിലേക്ക് വരണില്ല. ഓൻ എൻ്റെ വീട്ടിലിരുന്നിട്ട് ഓൻ ഇങ്ങനെ ഈ മൂളിപ്പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടി. അപ്പൊ എന്നോട് ചോദിക്കും, ഉപ്പാക്ക് ഈ പാട്ടൊന്നും വലിയ തലയെ കയറില്ല, ഇത് എന്റെ റൂട്ടാണ്, അത് ഞാൻ പിടിക്കുപ്പ. അത് റബ്ബിന്റെ തോഫിക്കോട് കൂടി റബ്ബെ ഓനക്ക് അത് വലിയൊരു വിജയെത്തിച്ച്, ഓൻ വിജയിച്ചിട്ട് എത്തിച്ച് ആ സന്തോഷമുള്ളൂ എനിക്ക്. തീർച്ചയായിട്ടും തന്നെ ഒരു ബിസിനസ് തകർച്ചയായിട്ട് പോലും ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചിട്ട് സ്വന്തം മകനിലൂടെ ആ പണ്ട് പാട്ടിനോട് ഇഷ്ടം മകൻ ഉയർന്നു വരുന്നത് സന്തോഷത്തോടെ കാണുന്ന ആ ഒരു വാപ്പ. പക്ഷെ ഇതിലേക്ക് ചെറിയ ഭാഗവാക്കാവാൻ സാധിച്ചിട്ട് ഒന്നുമല്ല. നമ്മുടെ ഡബ്സി അഥവാ ഫാസിൽ ദുബായിൽ വരുമ്പോഴൊക്കെ എന്നെ കാണാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് കണ്ടുമുട്ടുന്നത് ഒരു തല്ലുമാല എന്ന സിനിമ കഴിഞ്ഞപ്പോഴാണ്. അതിൽ നല്ലൊരു പാട്ട് പാടി അപ്പോഴാണ് സംസ്കാരം കാണുന്നവർ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ വന്നപ്പോൾ നല്ല സന്തോഷത്തോടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അത് 7 മില്യൺ ആളുകൾ കണ്ടു ആ വീഡിയോ. ആ വീഡിയോ കണ്ട ശേഷം എന്നെ തന്നെ പലപ്പോഴും വിളിക്കാറുണ്ട്. നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. പിന്നെ ഓരോ ചാനലും പ്രത്യേകിച്ച് ഒരു ഡബ്സിക്ക് പഴയ പാട്ടുകൾ ആവശ്യമുണ്ട്, അതൊക്കെ എൻ്റെയൊക്കെ കുറെ കളക്ഷൻ ഉണ്ട്, അതൊക്കെ കൊടുക്കാറുണ്ട്. അതിലപ്പുറം എന്നെ വിളിച്ച ഓരോ അപ്ഡേറ്റ്, പ്രത്യേകിച്ച് കൊത്ത എന്ന സിനിമയിൽ പാടാൻ പോകുന്നതൊക്കെ എന്നെ വിളിച്ചിരുന്നു. അതൊക്കെ ആ സന്തോഷം ഇന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടുകാരൻ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത സീറോന്ന് വന്നിന്ന് ഏറ്റവും ടോപ്പിൽ എത്തിയിട്ട് നിൽക്കുമ്പോൾ അതിന്റെ കൂടെ വാപ്പ ആ സന്തോഷത്തിൽ പങ്കാടുമ്പോൾ, ഒരു കാലത്ത് വലിയ കച്ചവടക്കാരൻ പാട്ടിന് ഇഷ്ടപ്പെട്ട ആള് ഇന്ന് പാട്ടിലൂടെ സ്വന്തം മകൻ കയറി വരുമ്പോൾ അതിനുണ്ടാകുന്ന സന്തോഷം വേറെ ഒന്നുമല്ല. എന്തെങ്കിലും ലാസ്റ്റ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എന്റെ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിലെ ഞാൻ ഒരു ലോക്കൽ പോലീസാണ്. എന്റെ മകനൊരു SI ആയിട്ട് വരുമ്പോ ഓനക്ക് സല്യൂട്ട് കൊടുക്കണ്ടേ? ഞാൻ SI ആയിട്ട് വരുമ്പോ ഓൻ ലോക്കലായത് ഓനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ലോക്കൽ പോലീസിന്റെ മകൻ ഒരു SI ആയിട്ട് വരുമ്പോ അവനക്ക് വാപ്പ സല്യൂട്ട് കൊടുക്കണം, വേണ്ടേ? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.